മലപ്പുറം മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ് ഇന്ന് അതിരാവിലെയാണ് പരിശോധന നടന്നത്. 4 SDPI പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് NIA. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. പുലർച്ചെ 3 മണിയോടെയായിരുന്നു ഈ പരിശോധനയും എന്നതാണ്. ശിവദാസ് കർമ്മനം ചേരുന്നു വിവരങ്ങളുമായി. ശിവദാസ്, ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധന നടന്നത്? മറ്റ് കൂടുതൽ വിവരങ്ങൾ കൂടി. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് NIAയുടെ നേതൃത്വത്തിലുള്ള സംഘം മലപ്പുറം മഞ്ചേരിയിലുള്ള SDPI പ്രവർത്തകരുടെ വീടുകളിൽ റെയ്ഡിനായി എത്തിയത്. അതീവ രഹസ്യമായിട്ടാണ് അന്വേഷണ സംഘം എത്തിയത്. വ്യത്യസ്ത സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു വേറെ വീടുകളിൽ റെയ്ഡ് നടത്തിയത്. തുടക്കത്തിൽ 3 മണിക്ക് തന്നെ 4 വീടുകളിൽ ഒരുമിച്ച് ആയിരുന്നു റെയ്ഡ് നടത്തിയത്. ഈ 4 പേരെയും പിന്നീട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിലാണ് ഇത്തരത്തിൽ ഒരു റെയ്ഡ് നടന്നത്. പ്രാദേശിക പോലീസിനെ പോലും അറിയിക്കാതെയായിരുന്നു സംഘത്തിന്റെ വരവും. അതോടൊപ്പം തന്നെ പുലർച്ചെ 3 മണി ആയതുകൊണ്ട് തന്നെ SDPI പ്രവർത്തകർക്ക് അല്ലെങ്കിൽ അവരുടെ മറ്റ് പ്രവർത്തകർക്ക് ഈ ഭാഗങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അതോടൊപ്പം തന്നെ ഒരു വലിയ പോലീസ് വിന്യാസത്തിന്റെ കൂടെയാണ് ഇത്തരത്തിൽ NIA സംഘം റെയ്ഡിനായി ഈ വീടുകളിലേക്ക് എത്തിയത്. മഞ്ചേരി എടവണ്ണപ്പാറ ഭാഗങ്ങളിലുള്ള വീടുകളിലാണ് ഇത്തരത്തിൽ റെയ്ഡ് നടന്നത്. ഏകദേശം 3 മണിക്കൂറിലേറെ കൂടുതൽ റെയ്ഡ് നടത്തി. അതിനുശേഷം നിരവധി രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ 4 SDPI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടാണ് പ്രധാനമായും ഈ അന്വേഷിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിൽ ഒരു റെയ്ഡ് നടത്തിയത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലടക്കം ഇത്തരത്തിൽ റെയ്ഡ് നടന്നിരുന്നു. SDPI പ്രവർത്തകരുടെ വീടുകളിലും നേതാക്കളുടെ വീടുകളിലും അതോടൊപ്പം തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഓഫീസുകളിലും അടക്കം ഇത്തരത്തിൽ മുൻപും റെയ്ഡ് നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴുള്ള ഈ റെയ്ഡും. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള നടപടികൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം NIAക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, കൃത്യമായ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. നിരോധിത സംഘടനയായ PFIയുമായി ബന്ധപ്പെട്ട നേരത്തെ നിരവധി ആരോപണങ്ങൾ വന്നിരുന്നു. PFI വഴി SDPIയിലേക്ക് വലിയ രീതിയിൽ തന്നെ ഫണ്ട് വന്നിരുന്നു. പ്രത്യേകിച്ച് വിദേശങ്ങളിൽ നിന്ന് അടക്കം അത്തരത്തിൽ ഹവാല ഫണ്ടുകൾ അടക്കം കള്ളപ്പണ ഇടപാടുകൾ അടക്കം നടന്നിരുന്നു. അത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കൂടി NIA പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധനയുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മലപ്പുറം മഞ്ചേരിയിലുള്ള 4 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തതും അതോടൊപ്പം തന്നെ മറ്റു ചില നേതാക്കളുടെ വീടുകളിലും ചില പ്രവർത്തകരുടെ വീടുകളിലും എല്ലാം തന്നെ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. BJP പ്രവർത്തകനെ വെട്ടിയ കേസിലുള്ള പ്രതിയുടെ വീട്ടിൽ അടക്കം ഇത്തരത്തിൽ ഇവിടെ റെയ്ഡ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ റെയ്ഡ് ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. 4 പേരെ നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ശരി ശിവദാസ്.